മാറ്റം അനിവാര്യമാണ്. മാറ്റം എല്ലാത്തിനും അനിവാര്യമാണ്. എല്ലാത്തിനും പറയുമ്പോൾ ആ മാറ്റത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇവിടെ എന്തൊക്കെ മാറ്റം സംഭവിച്ചിരിക്കുന്നു ജീവിതത്തിൽ. അയ്യോ, എന്നാലും ഇത്രയും വലിയൊരു മാറ്റം പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്താണ് ഇത്തരം ഒരു മാറ്റം സംഭവിച്ചത്? വലിയൊരു ആരോപണം അല്ലേ? അതിക്രമം മറ്റാണ്. അല്ലേ, അതിപ്പോൾ നമുക്ക് പറയാം. അല്ലെങ്കിൽ പലരും ചോദിച്ചു എന്നോട് എന്തുവന്ന് പെട്ടെന്ന് തുറന്ന് പറഞ്ഞില്ല. കാരണം എനിക്കറിയാം, എൻ്റെ ഒരു കലാജീവിതം ആരംഭിക്കുന്ന ഒരു 30 വർഷം മുമ്പെയാണ്. അതായത് 22 വർഷം ഞാൻ ലോകം അറിയുന്ന നാടകാചാര്യനായ സാറിൻ്റെ കൂടെ നിന്നു. അതിനുശേഷം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ സിറ്റ്കോം പ്രോഗ്രാം ചെയ്തു. പിന്നെ അതിനോടനുബന്ധിച്ച് 10-30 ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങൾ ചെയ്തു. എൻ്റെ കലാജീവിതത്തിലോ വ്യക്തിപരമായ രീതിയിലോ ഇനി യാതൊരുവിധ ഇത്തരം ആരോപണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാവരും വളരെ സൗഹാർദ്ദപരമായി വളരെ രസിച്ചും കളിച്ചും തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ പ്രോഗ്രാമിൽ ചില തർക്ക വിഷയങ്ങളുണ്ടാവും. കാരണം ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ഈ ഞാനുള്ള സമയം വരെ ഈ പ്രിസണിൽ, കാരണം അവരിപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണ വിധേയരായ മാറ്റി നിർത്തുക, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാന്നുള്ള തീരുമാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഇടപെടും. അതായത് സ്ക്രിപ്റ്റിൽ ചിലപ്പോൾ എൻ്റെ കഥ എത്രയോ കഥ, കാരണം ഇതിൽ ഈ പറയുന്ന മാധവൻ തമ്പി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ രീതി എൻ്റെ അച്ഛനാണ്, കുട്ടമ്പിളൻ്റെ അപ്പൂവനാണ്. അവിടെ വസ്തുതർക്കവും കാര്യങ്ങളും എൻ്റെ വസ്തുവിന് വഴിയില്ല, റിയൽ എൻ്റെ അച്ഛൻ. അപ്പോൾ അത് ഞാൻ എനിക്ക് എന്തൊക്കെ എവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന വേദി പ്ലാറ്റ്ഫോം കൂടിയാണിത്. അതിനുള്ള ഒരു എന്താ പറയാൻ, അത് നമുക്കതിനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ണികൃഷ്ണൻ സാർ വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് എന്നെ ഇതിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ എൻ്റെ ഒരു കാവലൻ സാറിനെ പോലെ തന്നെ എൻ്റെ ഗുരുവാണ് ഉണ്ണികൃഷ്ണൻ സാറ്. അപ്പോൾ പുള്ളി ആദ്യം എന്തോ പ്രശ്നം ഉണ്ടായിപ്പോയി, രണ്ടാമത് വന്നു. അപ്പോഴും പുള്ളി എന്നോട് പറഞ്ഞു, നീ പഴയതുപോലെ തന്നെ ഈ എല്ലാ കാര്യത്തിലും ഇടപെടണം, ഈ സ്ക്രിപ്റ്റിൽ കാര്യങ്ങളൊക്കെ വേണം, പിന്നെ എന്തെങ്കിലും തിരുത്തൊക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള അനുവാദം തന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ ചിലർക്ക് ഈ പറയുന്ന പോലെ നമ്മൾ എഴുതി വരുമ്പോഴാണ് അറിയണം ചില ഡയലോഗ്സുകൾ ചിലപ്പം സീനിയേഴ്സ് എന്ന് പറയുന്ന, എനിക്ക് സീനിയറൊന്നുമില്ല. ഞാൻ ഈ നാടകത്തിൽ നിന്നുകൊണ്ട് ഒരേ സമയം ഒരു നാടകത്തിൽ രാജാവാവുകയും വേറെ നാടകത്തിൽ കുന്തം പിടിക്കണം ചെയ്യും. അങ്ങനെ ഒരു വിചാരിക്കുമ്പോൾ അതിൻ്റെ പ്രാതിനിധ്യം കുറഞ്ഞു പോയെന്ന് ചില തർക്ക വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പലരോടും പറഞ്ഞിട്ടുണ്ട് അകത്താക്കും എന്നൊക്കെ. അത് കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ അതിൻ്റെ ഭാഗമാണോ ഇതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നേരത്തെ വന്ന കാര്യം ഞാൻ പറയാം. എന്തുകൊണ്ട് താമസിച്ചു? ഒരു ലൈംഗിക അതിക്രമം എന്ന പേരിൽ ആര് കൊടുത്താലും അറസ്റ്റാണ്, FIR ഇടും. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും വർഷത്തെ ഒരു എൻ്റെ കലാജീവിതത്തിനിടയിൽ ഫസ്റ്റ് ടൈമിൽ ഇത് വരുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. ഞാൻ മാത്രമല്ല, കുടുംബം പേടിക്കില്ലേ? എനിക്കൊരു മകളുണ്ട്, ഇത് കൊടുത്തൊരു സ്ത്രീയാണെന്നറിയാം. അപ്പോൾ എൻ്റെ ഭാര്യ സ്ത്രീയല്ലേ, മോള് സ്ത്രീയല്ലേ, അമ്മ, സഹോദരിമാർ, പിന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ എത്രയോ സ്ത്രീ പുരുഷന്മാരുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ? പിന്നെ ധൈര്യം എന്താണ്? അങ്ങനെ സംഭവം ഇല്ല, എനിക്കറിയാം. പക്ഷേ അതെനിക്ക് ഞാനിപ്പോൾ അലിയുടെ പറയണം, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഇല്ല, അലി വിശ്വസിക്കുമോ? ഇല്ല. അപ്പം അത് നമ്മൾ നിയമത്തിൻ്റെ വഴിയെ പോകണം. അപ്പം നിയമം അനുശാസിക്കുന്ന രീതിയിലും പറയുന്ന രീതിയിലും എനിക്ക് ജുഡീഷ്യലിൽ വിശ്വാസമുള്ളത് കൊണ്ട് അവർ പറയുന്ന പോലെ എനിക്ക് കേൾക്കാൻ പറ്റുമോ? ആരെ ധരിപ്പിക്കാനാണ്? ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട്, അവർ വിചാരിക്കും അയ്യോ ബിച്ചേട്ടാ എന്തുകൊണ്ട് പറയാ, ഇല്ല ഇയാൾ ഇങ്ങനെ ചെയ്യൂ, ബീച്ചേടാന്ന് പറയില്ല, ബാലു ഇങ്ങനെ ചെയ്യുമെന്ന്. അവർ ക്യാരക്ടർ പറയുള്ളൂ. എനിക്കിത് ഏറ്റയ്ക്കുന്നത് ബാലുവിനല്ല, ബിജു സോപാനത്തിനാണ് ഏറ്റത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ആ ബുദ്ധിപൂർവമായി ഈ ആവശ്യമില്ലാതെ വായിട്ട് അലയ്ക്കാതെ നിയമോപദേശം തേടുകയും എന്താണ് ചെയ്യേണ്ടത് കൃത്യമായ ഗൈഡൻസ് എനിക്ക് ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കാറുള്ളത്. ഇപ്പം സംസാരിക്കാൻ എനിക്ക് സമയമായി, ഇതിനെപ്പറ്റി സംസാരിക്കാം, അതിന് പരിധിയുണ്ട്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.